ഇനി നമ്മൾ പേടിക്കണം. പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള മുസ്ലിങ്ങളൊക്കെ ഒന്ന് കരുതിയിരുന്നോളുക. നമ്മുടെ തീട്ടം ബൈജു ഉണ്ടല്ലോ, അവനും അവൻ്റെ കുറേ ശിങ്കിടികളെല്ലാം കൂടെ ഒരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. കാരണം ഈ വിശ്വ ഹിന്ദു പരിഷത്തും RSSനൊന്നും തീവ്രത പോരാ എന്നാണ് ഈ വേട്ടാവളിയൻ അപ്പി ബൈജു വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് അതിതീവ്ര സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ഭീകരരുടെ നെഞ്ചിൽ താണ്ഡവമാടി ആയിരങ്ങൾ ഇറങ്ങി, കണ്ടം വഴി ഓടി ഭീകരവർഗം, തീപ്പൊരി ദൃശ്യങ്ങൾ. സത്യത്തിൽ ചിരി വന്നു പോവാണ് കേട്ടോ. 100 വർഷമായി ഇന്ത്യയിൽ RSS. പിന്നെ അതിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള കുറേ ഉണ്ടല്ലോ, ഹനുമാൻ സേന, രാമസേന, അങ്ങനെ കുറേ ഉണ്ട്. ഈ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പാവം പിടിച്ച ദളിതനെയും മുസ്ലിങ്ങൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ ഇവന്മാർ ജയ് ശ്രീറാമൊക്കെ വിളിച്ച് തല്ലിക്കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ഈ മരമണ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചാണക പൊട്ടന്മാരായിട്ടുള്ള ഈ മതയോളികൾക്ക് സത്യം പറഞ്ഞാൽ തലക്ക് വെളിവ് വീണിട്ടില്ല എന്നുള്ളതാണ്. ഈ അപ്പി ബൈജുവും ഇവൻ്റെ ഒരു ശിങ്കിടിയുണ്ട്, ഒരു താത്ത, ഏതാ മുസ്സങ്കിണി താത്ത, ലെവൽ പെങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. ഏത് വകുപ്പിലാണ് ഇവൻ്റെ പെങ്ങളായെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഒന്നാന്തരം തട്ടിപ്പുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് രണ്ടുപേരും കൂടെ മറ്റേ ഗൂഗിൾ പേ ഒക്കെ കാലിൻ്റെ അവിടെയും കൈയുടെ ഇവിടെയും കഷത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ആളുകളോട് പിച്ചതുണ്ടെന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ലൈവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. 10,000 ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോടിൻ്റെ വിരിമാറിലൂടെ ഭീകരവാദികളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പി ബൈജുവും കുറേ കീടാണുക്കളെല്ലാം കൂടെ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ മാർച്ചിൽ തീപ്പൊരി പ്രസംഗമൊക്കെയാണ് കേട്ടോ കാച്ചി വിടുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂക്ഷിച്ചിരുന്നോളുക. പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള ആളുകൾ സൂക്ഷിച്ചിരിക്കുക. ഇങ്ങോട്ട് ഇച്ചിരി പതുക്കെ വരുത്തുള്ളതെന്നാണ് തോന്നുന്നത്. ഏതാണെങ്കിലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് സത്യം പറയാം, സംഘപരിവാറിനും BJPക്കും RSSനൊക്കെ അപമാനമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേട്ടാവളിയന്മാർ. പിന്നെ വത്സൻ തില്ലങ്കേരി, പിന്നെ ശശികല, RB ബാബു, ഇവരെ പോലുള്ളവരെയൊക്കെ പച്ച തെറിയും വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് തീവ്രത അങ്ങോട്ട് പോരാ എന്നാണ് ഈ ഒരു പരമ നാറി വന്നിട്ട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. എല്ലാ നല്ലവരായ രാജ്യസ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് ദേശരക്ഷാ റാലിയിലേക്ക് എല്ലാ നല്ലവരായ രാഷ്ട്രസ്നേഹികൾക്കും സ്വാഗതം. നമ്മുടെ നാടിനെ വിഭജിച്ചത്, വിഘടനവാദം ഉയർത്തിയത് മുഹമ്മദ് അലി ജിന്ന എന്ന് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ ജിന്നയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അത് മതരാഷ്ട്രീയമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നാം ഇന്ന് ഓമന പേരിട്ട് അതിനെ വിളിക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ ജിന്ന ഇത്തരത്തിൽ വിഘടനവാദം ഉയർത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ മുഖത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ സംഘടന രാഷ്ട്രീയ മുഖം ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നു എന്നുകൂടി നാം ഒരു അതിശയോക്തിയില്ലാതെ അടിവരയിട്ട് പറയാൻ തയ്യാറാകുമ്പോൾ എന്താണ് ഈ രാഷ്ട്രവിഭജനത്തിന്, വിഘടനവാദത്തിന് ആശയം മുന്നോട്ട് വച്ച മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിഹാദ് എന്ന് പറയുന്ന, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസിയുടെ പ്രവർത്തിക്കുവാനുള്ള രാഷ്ട്രീയ മുഖമായിട്ടാണ് ഈ സംഘടനയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രം എന്നുള്ള വാദത്തിൽ നിന്ന് ഇവർക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട് ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കേരളത്തിന്റെ മന്ത്രി പോലും മതമാണ് 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 എന്റെ വിഷയം എന്ന് പരസ്യമായിട്ട് പറയുവാൻ തയ്യാറായത്. അങ്ങനെ മതമാണ് 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 എന്ന് പരസ്യമായിട്ട് പറയുമ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കാവി പതാക ഏന്തിയ ആളുകളെ വർഗീയവാദി എന്ന മുദ്ര കുത്താറുണ്ട്, നമ്മെ ഭീകരവാദിയാക്കാറുണ്ട്, നമ്മെ വിഘടനവാദിയാക്കാറുണ്ട്. നാം ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, എന്താണ് നമ്മുടെ പുരാണങ്ങളിലൂടെ നമ്മുടെ പൗരാണികർ പറഞ്ഞു വെച്ചത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവചരാചരങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും സുഖമുണ്ടാവട്ടെ, സർവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ, സ്വൈരജീവിതം സാധ്യമാകട്ടെ എന്ന വിശ്വത്തിന് ആശയം പങ്കുവച്ച ഏകധർമ്മം സനാതന ധർമ്മമാണ്. ആ ധർമ്മത്തിന്റെ സങ്കേതമെന്ന് പറയുന്നത്
അടിത്തറ എന്ന് പറയുന്നത് ഭാരതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകമൊരു കുടുംബമെന്ന് വിളിച്ചു പറഞ്ഞ രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിന്റെ ദേശീയ ജനതയെ ഭീകരവാദികൾ എന്ന് വിളിച്ചത് കേവലം ഒരു വികാരത്തിന്റെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമല്ല, മറിച്ച് അത് ബോധപൂർവമുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നാം ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ കോഴിക്കോട് പോലും സാമൂതിരി എന്ന് പറയുന്ന രാജാവിന് അവസാനം അഗ്നിയിൽ അഭയം പ്രാപിച്ച് ആത്മാഹുതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്കറിയാം ജിഹാദി ആക്രമണത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ടിപ്പുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പടയോട്ടങ്ങളൊക്കെ കേവലം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊള്ളക്കാരുടെ ആക്രമണമായിട്ടല്ല, മറിച്ച് ഇവിടുത്തെ സ്ത്രീജനങ്ങളെ അപഹരിക്കുവാനും ബലാത്സംഗം ചെയ്യുവാനും മതപരിവർത്തനം ചെയ്യുവാനും വേണ്ടിയിട്ട് നടത്തിയ കൃത്യമായിട്ടുള്ള അധിനിവേശത്തിന്റെ അജണ്ടയാണ് നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധിനിവേശ പ്രവർത്തനം പൗരാണിക കാലത്ത് തുടങ്ങിയെങ്കിൽ ഇന്ന് അവസാനം കാശ്മീരിൽ നാം കണ്ടു. പുൽവാമയും പഹൽഗാമും മാത്രമല്ല, കോഴിക്കോടിന്റെ മണ്ണിൽ മാറാട് വരെ നാം കണ്ടത് കൃത്യമായിട്ടുള്ള ദാറുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപിത അജണ്ടയുടെ നീക്കമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ജനലക്ഷങ്ങൾ, പതിനായിരങ്ങൾ പങ്കെടുത്ത കോഴിക്കോടിന്റെ വിരിമാറിലൂടെയാണ് ഈ ജിഹാദികളെയൊക്കെ നെഞ്ചിൽ ഇടുത്തി വീഴുന്ന പോലെ അപ്പി ബൈജുവും കൂട്ടരും കൂടെ ഈ ഒരു പ്രകടനവുമായിട്ട് വന്നിട്ട് അവിടെ ഒരു ഗീർവാണമൊക്കെ മുഴക്കി. കാരണം ചരിത്രം അങ്ങോട്ട് വിളമ്പിയായിരുന്നു. സനാതനം മുറുകെ പിടിച്ചിട്ടുള്ള സനാതനികളാണ് കേട്ടോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ ഒരു മഹത്തായ ഒരു ആശയം ഇത് ചൊല്ലാനായിട്ടുള്ള യോഗ്യത ഈ മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ വേട്ടാവളിയന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ട്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതരാഷ്ട്രം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJP ആണെങ്കിലും RSS ആണെങ്കിലും സംഘപരിവാറിനാണെങ്കിലും ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞു നടക്കുന്നവരാ. പക്ഷെ ഇതൊന്നും നിന്റെ ഒന്നും തന്തയുടെ വകയല്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കേ ഉള്ളൂ. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഈ രാജ്യത്ത് വീണ് മരിച്ച ഒരുപാട് ദേശാഭിമാനികളുണ്ട്, ഞങ്ങളുടെയൊക്കെ പൂർവികന്മാർ. അവർ മേടിച്ചു വന്ന സ്വാതന്ത്ര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് നീ ഇങ്ങനെ വന്നിരുന്നോണ്ട് കുരയ്ക്കുന്നത്. നീയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സവർക്കർ ഇതൊരു ഹിന്ദുരാഷ്ട്രമാകണമെന്ന് ഈ സവർക്കർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രമാണെന്ന്. അന്നത്തെ ബ്രിട്ടീഷുകാർക്ക് സേവപ്പണി ചെയ്ത് അവൻ്റെയൊക്കെ ഷൂ നക്കി അവൻ്റെയൊക്കെ അടിവസ്ത്രവും താങ്ങി നടന്ന ഈ വൃത്തികെട്ടൻ പല പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തതിൻ്റെ തെളിവുകൾ നമ്മുടെ കൺമുന്നിലുണ്ടായിട്ടും കുഞ്ഞുനാൾ മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടും ഇന്ന് പാഠപുസ്തകത്തിൽ നിന്നും ചരിത്ര താളുകളിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാണക പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്ത് അവസാനത്തെ ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും ഈ സവർക്കറിനെയോ ആ സവർക്കറിന്റെ അനുയായികളായിട്ടുള്ള നിന്നെപ്പോലുള്ള ഈ രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത പാഴുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് അവസാനത്തെ ഒരാളാണെങ്കിലും പറയും, നീയൊക്കെ രാജ്യദ്രോഹികൾ തന്നെയാണ്, ഈ രാജ്യത്തിന് നിന്നെ കൊണ്ടൊന്നും ഒരു സംഭാവനയും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇവന്റെ ആ ടൈറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോഴിക്കോടിൽ ഭീകരരുടെ നെഞ്ചിൽ താണ്ഡവമാടി ആയിരങ്ങൾ ഇറങ്ങി കണ്ടം വഴി ഓടി ഭീകരവർഗം. കണ്ടം വഴി ഓടിയതൊക്കെ കേരളത്തിൽ നീ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലെ? എടപ്പാള് ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ എടപ്പാള് മാത്രമല്ല കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ നീയൊക്കെ അടികൊണ്ട് ചുരുണ്ടോടാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരി തന്നെ കാണാം. വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. ചേട്ടായിയുടെ മറ്റേ തീപ്പൊരി പ്രസംഗമൊക്കെ കേട്ടല്ലോ അല്ലേ? അപ്പം ബൈ.